ഇപ്പോൾ ഒരു വിവാദം വരുമ്പോൾ അതിൽ അഭിനയിച്ച സകല സ്ത്രീകളെയും തെരഞ്ഞു പിടിച്ച് സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങളാണോ അല്ലെങ്കിൽ എല്ലാവരിലേക്കും ഒരു ദിവസം വന്നവരുടെ അടുത്ത് പോലും എന്താണത് ആ ഒരു വേറൊരു കണ്ണിലൂടെ സോഷ്യൽ മീഡിയ കാണുന്നു, എന്താണ് ശരിക്കും നടന്നതെന്ന് മനസ്സിലാക്കാതെ അവർ പ്രതികരിക്കുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ അടുത്ത് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ, അവർക്കും ജീവിക്കണമല്ലോ, അവരുടെ ജോലിയാണല്ലോ അത്. പുതിയ പുതിയ വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. അപ്പോൾ അവർക്ക് വ്യൂവേഴ്സ് ഉണ്ടായാലും മാത്രമേ അവരുടെ വീട്ടിൽ അന്നം മേടിക്കാൻ അല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ആരെയും കണ്ണീര് കുടിപ്പിക്കാണ്ട് നോക്കുക എന്നുള്ളതാണ്. നമുക്ക് ജീവിക്കാൻ വേണ്ടി മറ്റൊരാളെ കണ്ണീര് കുടിപ്പിക്കാണ്ട് നോക്കുക, അത്രേ ഉള്ളൂ. ശരിക്കും എല്ലാവർക്കും അതിൻ്റെ സത്യം എന്താണെന്നുള്ളത് എന്തായാലും സത്യം കാലം തെളിയിക്കും. അപ്പോൾ അതുവരെ മിണ്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. ഈ പാചകം ചെയ്യാനോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഇപ്പം സമയം കിട്ടാറുണ്ടോ? വീട്ടിലോ? പിന്നെ വീട്ടിൽ കുക്ക് ചെയ്യാനൊക്കെ നമ്മളതിനല്ലേ ചെയ്യണേ. ഞാൻ ഒന്നും ചെയ്യാറില്ല ചേച്ചി. ഇല്ല, നമ്മൾ തന്നെ പണ്ടോട്ടെ നമ്മൾ തന്നെ ചെയ്യണം. കുക്കിങ്ങിനൊന്നും ഒരിക്കലും പോലും ആരെയും വെച്ചിട്ടില്ല ഇത്രയും കാലം കിട്ടും. മോളൊരു സോഷ്യൽ മീഡിയ പേജ് സ്റ്റാർട്ട് ചെയ്തല്ലേ, ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, അമ്മയെ ഇന്റർവ്യൂ ചെയ്യുന്ന തരത്തിലൊക്കെ വീഡിയോസ് ഉണ്ട്. അപ്പൊ അത് എങ്ങനെയാ ചേച്ചി അന്ന് ഇപ്പോഴും ഫോളോവേഴ്സ് ഒക്കെ ആയി? ഉണ്ട്, കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ മോൻ്റെ പഠിത്തവും അവളുടെ വീട്ടിലെ ജോലിയും പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടൊക്കെ ചിലപ്പോൾ മുടങ്ങും, പിന്നെ എടുത്തിട്ടാണ്. ഇപ്പം ഇത്രയും വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്, പല പല അനുഭവങ്ങളിലൂടെ കടന്നു, ഇപ്പോഴും അനുഭവങ്ങളുടെ ഒരു കൂമ്പാരമുണ്ട്. അപ്പൊ ഇളയ മോള് എനിക്ക് തോന്നുന്നു ഇതിലോട്ട് വരുന്നു എന്ന് തോന്നുന്നു അല്ലേ, അഭിനയിച്ചു എന്ന് തോന്നുന്നു. ഇപ്പൊ എന്ത് ഉപദേശമാണ് കൊടുത്തേ? അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തൊഴിൽ ചെയ്യുമ്പോൾ നമ്മളൊരു തൊഴിലാളി തന്നെയാണ്. അപ്പോൾ അതിലുള്ള എല്ലാവരും ഒരേപോലെ കാണും, ആരെയും കാറ്റഗറി അനുസരിച്ച് കാണാതെ. ഡയറക്ടറാണെങ്കിലും പ്രൊഡ്യൂസറാണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും ഒരേപോലെ കണ്ട് സ്നേഹിക്കാൻ പഠിക്കുക, എളിമയോടെ നിൽക്കുക, അത്രേ ഉള്ളൂ.